സിഎച്ച്ആർ ഭൂമിയിലെ നിലപാട് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ. സിഎച്ച്ആർ ഭൂമി മുഴുവൻ റിസർവ് വനമല്ലെന്നും പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിൽ ഉൾപ്പെട്ട സിഎച്ച്ആർ പ്രദേശത്ത് 15,720 ഏക്കർ ഭൂമി മാത്രമാണ് റിസർവ് വനമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. സിഎച്ച്ആറിലെ പട്ടയ വിഷയങ്ങളെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങളോടാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. കാർഡമം ഹിൽ റിസർവ് ഭൂമിയിൽ നിലവിൽ പട്ടയങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച പട്ടയങ്ങൾ പോലും നൽകുവാൻ സാധിക്കുന്നില്ല. 3 താലൂക്കുകളിലായി 2.5 ലക്ഷം ഏക്കറിലധികം വിസ്തൃതിയിലാണ് സിഎച്ച്ആർ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും റിസർവ് വനമാണെന്ന നിലപാട് സർക്കാരിനില്ല. 15,720 ഏക്കർ മാത്രമാണ് റിസർവ് ചെയ്തിട്ടുള്ളതെന്നും ബാക്കി റവന്യൂ ഭൂമിയാണെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ നിലപാട് കോടതി അനുവദിച്ചാൽ ഇവിടെ പട്ടയം നൽകുമെന്നും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്ന താലൂക്കുകളിൽ ഉൾപ്പെട്ടുവരുന്ന സിഎച്ച്ആർ മേഖലയിലെ പട്ടയ വിതരണവും കോടതി ഉത്തരവ് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സിഎച്ച്ആർ മേഖലയിലെ വനവിസ്തൃതി സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ഇതുമൂലം 1993 ഭൂപതിവ് ചട്ടപ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച പട്ടയങ്ങൾ പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. സിഎച്ച്ആർ മേഖല പൂർണ്ണമായും റിസർവ് വനമല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. 2.5 ലക്ഷത്തോളം ഏക്കർ വിസ്തൃതിയിലുള്ള സിഎച്ച്ആർ മേഖലയിലെ 15,720 ഏക്കർ മാത്രമാണ് റിസർവിൽ പെടുന്നത്. ബാക്കി ഭൂമി റവന്യൂ ഭൂമിയാണ്. സർക്കാർ നിലപാട് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പട്ടയ വിതരണം പുനരാരംഭിക്കാൻ കഴിയും. ഇടുക്കി ജില്ലയിലെ മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം കൈവശങ്ങളും പട്ടയം കിട്ടിയ ഭൂമിയാണ്. കൃഷിക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കൈവശക്കാരൻ അനുവാദിക്കാൻ വേണ്ടിയാണ് നിയമം ഭേദഗതി ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിയുന്നതോടെ മലയോര ജനതയുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.